16 പേരെ നഷ്ടമായ വേദനയിലാണ് മുണ്ടക്കൈ സ്വദേശി സാഹിർ എടത്തൊടി. ഇതുവരെ 7 പേരുടെ മൃതദേഹം ലഭിച്ചു. ബാക്കിയുള്ളവർ ജീവനോടെ തിരിച്ചുവെത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സാഹിർ. ഷഹദ് റഹ്മാൻ സാഹിറിനെ കണ്ടു സംസാരിച്ചു. നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ് നിൽക്കുന്നത് ഇപ്പം. അപ്പം ഒരു കുടുംബത്തിലെ ഏകദേശം 10ഓളം ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപ്പം ആ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്. ഇനിയിപ്പോൾ എത്ര പേരെ കണ്ടു കിട്ടാനുള്ളത്? ഇനി 9 പേരെ കിട്ടാനുണ്ട്. ഇനി 9 പേരെ. ഇപ്പോൾ ഒരാളത് കിട്ടിയോ? ഒരാളത് ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് ഇപ്പോൾ കിട്ടിയത് മറവ് ചെയ്യാൻ കൊണ്ടിട്ടുണ്ട്. അവൾ മൊത്തം 16 പേര് കുടുംബത്തിലെ 16 പേര്. അതിൽ 7 പേരെ കിട്ടി. ബാക്കി ഇനി 9 പേരെ കിട്ടാനുണ്ട്. അപ്പം ഈ സംഭവം നടക്കുന്ന സമയത്തേക്കൊക്കെ എവിടെയായിരുന്നു? ഞാൻ സംഭവം ദൃശ്യസാക്ഷിയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അന്ന്. ഞങ്ങൾ ഈ മഴയും ഇതും കാരണം ഒരു മനസ്സിനൊരു എന്തോ ഉറക്കം വന്നില്ല. ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 1:35 സമയത്താണ് കറക്റ്റ് ഫസ്റ്റത്തെ ഒരു പൊട്ട് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ശബ്ദം കാര്യങ്ങളും വന്ന് എൻ്റെ വീട്ടിൻ്റെ ഒരു 15 മീറ്ററോളം അടുത്ത് വരെ വന്ന് മൊത്തം ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് കൂടെ പോയി നോക്കുമ്പോൾ അവിടെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ബ്ലോക്കാണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഇതൊക്കെ വന്നിട്ട് അടഞ്ഞിട്ട് റോഡൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഓടുന്നത് താഴെ എൻ്റെ തൊട്ടൊരു 200 മീറ്റർ അടുത്താണ് എൻ്റെ ഭാര്യ വീട്. അവിടെ അവർ എന്താ സ്ഥിതി അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് എൻ്റെ തറവാട് വീട്. അപ്പോൾ അവരൊന്നും എന്താ സ്ഥിതി എന്നറിയാൻ കഴിയില്ല. നമ്മൾ ആ സമയത്ത് ആകെ എന്തോ ആയിപ്പോയി. കാരണം വെച്ചാൽ അറിയാമല്ലോ അപ്പോഴത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. 2 പള്ളി അടുത്തടുത്താണ്. ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, പിന്നെ മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു താഴ്ഭാഗം മൊത്തം പോയി കിടക്കുകയാണ്. ആ സമയത്ത് പൊട്ടി വീണിട്ട് അതിൻ്റെ ഭാഗങ്ങളുണ്ട്. വീടാണെങ്കിലും കടകളാണെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ട് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. മരം ഇതൊക്കെ വന്നിട്ട് പിന്നെ അവിടുന്ന് പല ആളുകളെയും കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ ചെറിയ മോനും കൂടിയാണ് പോയത്. ആ സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കണ്ടു നിൽക്കുന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിന്നെ ബാക്കി ഇപ്പുറത്ത് കൂടെ പോയി തൊട്ട ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കി. 3-4 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത പൊട്ട് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഓടി നേരെ അതിൻ്റെ മുകളിലൊരു ചാച്ചെടിൻ്റെ ഒക്കെ ഒരു കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എല്ലാവരും വേഗം പെട്ടെന്ന് വലിച്ച് എൻ്റെ മുകളിൽ കയറ്റി. അവിടെ ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് മഴയ്ക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായി. അത് കഴിഞ്ഞൊരു 5:50 ആയപ്പോൾ വീണ്ടും 3ാമത്തെ പൊട്ടും കൂടി. നമ്മൾ വിചാരിച്ച് എല്ലാവരും തീർന്നു എന്ന് തന്നെയാണ് വിചാരിച്ചത്. 3ാമത്തെ പൊട്ടിലാണ് പിന്നെ ഈ ഫസ്റ്റ് വന്ന് അടഞ്ഞു നിന്നതെല്ലാം ഒന്നായിട്ട് തട്ടിക്കൊണ്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ആ ഫസ്റ്റത്തെ പൊട്ടിലാണെങ്കിലും ചിലപ്പോൾ ചിലവരൊക്കെ രക്ഷപ്പെടും, ചിലർ മരിക്കും. അതിൻ്റെ അകത്ത് കുടുങ്ങിക്കഴിഞ്ഞാലും എന്തെങ്കിലും ചിലപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ. ഫസ്റ്റ് പൊട്ടിയ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഗ്യാപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ വീട് പൂർണ്ണമായി തകർന്നിട്ടില്ല. അതിൻ്റെ മുകളിലൂടെ മണ്ണും മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടന്ന് ജീവനോടുണ്ടോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് ജീവനോടുണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ഞങ്ങൾ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആളുകൾ. ഒക്കെ നമ്മളെ ഉറ്റവരൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഫുള്ള് ചളിയാണ്. അതുപോലെ ഫുള്ള് ചളി, മരം, കല്ലും എല്ലാം വന്ന് കിടക്കാം. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. നിങ്ങളിപ്പോൾ ആരൊക്കെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? കുടുംബത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഒരു ഫോട്ടോ കണ്ടു, വലിയ ഫാമിലി ഫോട്ടോ കണ്ടു. അതിൽ എത്ര പേരെ ഇപ്പോൾ രക്ഷപ്പെട്ടു? അതിലിപ്പോൾ ആ ഫാമിലി ഫോട്ടോയിലെല്ലാവരും അതിൽ ഒരാളിപ്പോൾ എക്സ്ട്രാ അതിൽ ആഡ് ചെയ്താണ്. അളിയൻ്റെ ഫോട്ടോയില്ല. ബാക്കി എല്ലാവരും പോയത് തന്നെയാണ്. 11 പേര് അതിൽ പോയി. 6 പേര് എൻ്റെ ഉമ്മ, പെങ്ങൾ. 5 പേര് എൻ്റെ ഉമ്മ, പെങ്ങൾ, അനിയൻ്റെ ഭാര്യ, 2 മക്കൾ. അവരെ കണ്ടു കിട്ടാൻ 16 പേര്. മൊത്തം 16 പേര്. ഇപ്പം ഇവിടെ നോക്കിയോ? നിലമ്പൂരിലൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഇപ്പം ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ 20 ഇത് വന്നിട്ടുണ്ട്. 20 ഡെഡ് ബോഡി വന്ന്. അതിൽ നോക്കിയപ്പോൾ ഒരെണ്ണം മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഒരു കുട്ടീൻ്റെ 7 വയസ്സായ കുട്ടീൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണോ താമസിച്ചുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് അടുത്തടുത്ത് വീടുകളിലാണോ? എങ്ങനെയാണ്? ഞങ്ങളെല്ലാവരും അടുത്തടുത്ത ഞങ്ങൾ അവിടെ പണ്ട് മുതലേ ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ. അത് കാരണം എൻ്റെ ഭാര്യ വീടും അവിടെ തന്നെയാണ്. ഞങ്ങളൊരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഈ മൂന്ന് വീട്ടുകാരും.
മൂന്നല്ല 4 വീട്ടുകാർ. അപ്പോൾ അളിയന് താഴെ കോട്ടേശ്ശേരിയായിരുന്നു. അവരവിടെ പ്രയാസമാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ മുകളിലോട്ട് വന്നത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകല്. ഈ മഴ കുന്നിൻ്റെ മുകളിലായതായിട്ട് ഒരു പ്രാവശ്യം ഇടിഞ്ഞതൊക്കെയാണ്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരുപാട് വിളിച്ചങ്ങോട്ട്. ഞങ്ങൾ ഈ 2 വീട്ടിൽ എൻ്റെ ഉമ്മയും വിളിച്ച് അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരും ഞങ്ങളടുത്ത് അങ്ങോട്ട് നിർബന്ധിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പറഞ്ഞു പിന്നെ ഒന്നാമത് കടക്കാനുള്ള സൗകര്യക്കുറവൊക്കെ കാരണം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ പോയിക്കാണെങ്കിൽ ഞങ്ങളും കൂടി പോയായിരുന്നു. തെരച്ചിൽ നടക്കുന്നുണ്ടല്ലോ. തെരച്ചിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ എന്നല്ല, അവിടെ മൊത്തത്തിലുള്ള എല്ലാവരും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇതേപോലെ അനുഭവമുണ്ട്. പല കുടുംബത്തിൽ നിന്നും ഒരുപാട് പേര് ഇതേപോലെ പോയവരുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ കുടുംബമാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം അവിടെ മൊത്തം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുംബങ്ങളാണ്. ഇതിപ്പോൾ 16 ഏറ്റവും അടുത്തത് എൻ്റെ ഉമ്മാൻ്റെ അമ്മാവൻ്റെ മക്കൾ, മരുമക്കൾ അങ്ങനെ ആയിട്ടൊക്കെ കൂട്ടുകയാണെങ്കിൽ 10-40 പേര് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇത്ര പറയാനുള്ളത്. എന്തായാലും ഏറെ വേദന ജനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരെ സംബന്ധിച്ച് ഇനി ജീവിക്കാൻ മുന്നോട്ട് പ്രതീക്ഷകളില്ല. എന്തായാലും തിരച്ചിൽ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരുടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ കിട്ടട്ടെ എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. എന്താണ് CMDRF-ലേക്ക് ഫണ്ട് ശേഖരണത്തിന് ബോധവൽക്കരണം നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. വീട് കയറിയുള്ള പ്രചരണം ഉണ്ടാകും. ദുരിതാശ്വാസ നിധി CAG ഓഡിറ്റൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസപക്ഷം അതിനില്ല. വരവിലും ചെലവിനും കണക്കുണ്ട്. ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരവില അവസാനിപ്പിക്കണം എന്നൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ കൂടി കേരളത്തിലെ CPM ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൊടുത്തു എന്നും പറയുന്നുണ്ട്. മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. 572 മില്ലിമീറ്റർ മഴയൊക്കെ പെയ്താൽ എവിടെയായാലും ഉരുൾപൊട്ടും എന്നൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ പോട്ടെ, ഇവിടെ ഇപ്പോൾ വരുന്ന വാർത്ത, വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ സംഭാവന നൽകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ നൽകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ MP രാജേഷ് നാളെ തുകയുടെ ചെക്ക് കൈമാറുമെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി അങ്ങോട്ടേക്ക് സംഭാവന നൽകാം എന്ന തരത്തിൽ രാവിലെ വാർത്ത വന്നു.